നമസ്കാരം. നിങ്ങളെയും കാത്തിരിക്കുന്ന ധാരാളം തൊഴിലവസരങ്ങളുമായി എംപ്ലോയ്മെന്റ് ന്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളിലേക്ക്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ പൊതുമേഖലാ ബാങ്കുകളിലെ ക്ലാർക്ക് നിയമനത്തിനായി നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ 11 ബാങ്കുകളിലായി 6128 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇതിൽ 106 ഒഴിവുകൾ കേരളത്തിലുണ്ട്. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ ബിരുദവും കമ്പ്യൂട്ടർ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലാംഗ്വേജിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രിയുമാണ്. അല്ലെങ്കിൽ ഹൈസ്കൂൾ, കോളേജ്, ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയിൽ ഏതെങ്കിലും തലത്തിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ IT ഒരു വിഷയമായി പഠിച്ചിരിക്കണം. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കുവാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. പ്രായം 20 മുതൽ 28 വയസ്സ് വരെ. ഉദ്യോഗാർത്ഥികൾ 1996 ജൂലൈ 2-നും 2004 ജൂലൈ 1-നുമിടയിൽ ജനിച്ചവരായിരിക്കണം. അർഹരായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് GST ഉൾപ്പെടെ 850 രൂപയാണ്. വിമുക്ത ഭടന്മാർക്കും അവരുടെ ആശ്രിതർക്കും, SC, ST വിഭാഗത്തിൽപ്പെട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും 175 രൂപയാണ് അപേക്ഷാ ഫീസ്. പ്രിലിമിനറി, മെയിൻ എന്നിങ്ങനെ 2 ഘട്ടങ്ങളായാണ് പരീക്ഷകൾ നടത്തുന്നത്. പ്രിലിമിനറി പരീക്ഷ ഓഗസ്റ്റിലും മെയിൻ പരീക്ഷ ഒക്ടോബറിലുമാണ്. പ്രിലിമിനറി പരീക്ഷയ്ക്കും മെയിൻ പരീക്ഷയ്ക്കും കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂലൈ 21. വിശദാംശങ്ങൾക്കായി www.ibps.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. HLL ലൈഫ് കെയർ ലിമിറ്റഡിൽ ഹിൻ കെയർ ഡിവിഷനിൽ സീനിയർ ഡയാലിസിസ് ടെക്നീഷ്യൻ, അഡ്മിൻ അസിസ്റ്റന്റ്, സെൻറ്റർ മാനേജർ, അക്കൗണ്ട്സ് ഓഫീസർ, പ്രോജക്ട്സ് കോർഡിനേറ്റർ, അക്കൗണ്ടന്റ് കം സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ തുടങ്ങിയ നിരവധി തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഡൽഹി, ബംഗാൾ, ഒഡീഷ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലായി 1217 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇതിൽ 1206 ഒഴിവുകൾ മഹാരാഷ്ട്രയിലാണ്. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. സീനിയർ ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത: മെഡിക്കൽ ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ റീനൽ ഡയാലിസിസ് ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BSc ആണ്. കൂടാതെ 8 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ശമ്പളം 14,000 മുതൽ 32,500 രൂപ വരെ. പ്രായം 2024 ജൂലൈ 1-ന് 37 വയസ്സ്. ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള യോഗ്യത: മെഡിക്കൽ ഡയാലിസിസ് ടെക്നോളജിയിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയിച്ചിരിക്കണം. 7 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മെഡിക്കൽ ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ റീനൽ ഡയാലിസിസ് ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BSc 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മെഡിക്കൽ ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ റീനൽ ഡയാലിസിസ് ടെക്നോളജിയിൽ MSc കൂടാതെ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ശമ്പളം 10,000 മുതൽ 20,000 രൂപ വരെ. പ്രായം 2024 ജൂലൈ 1-ന് 37 വയസ്സ്. കേരളത്തിൽ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിൽ 2 ഒഴിവുകളാണ് നിലവിലുള്ളത്. യോഗ്യത: CA അല്ലെങ്കിൽ CMA ഇന്റർ അല്ലെങ്കിൽ MCOM അല്ലെങ്കിൽ MBAയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. തപാൽ വഴിയോ ഇമെയിൽ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ജൂലൈ 17-നകം അയക്കണം. ഇമെയിൽ hrmarketing@lifecare.hll.com. മറ്റ് തസ്തികകൾ, യോഗ്യത എന്നിവയെക്കുറിച്ച് വിശദമായി അറിയുവാൻ www.lifecare.hll.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ ഇൻഫർമേഷൻ ടെക്നോളജി ഡിവിഷനിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനത്തിനായി ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 10 ഒഴിവുകളാണ് ഉള്ളത്. ഇത് കരാർ നിയമനമാണ്. യോഗ്യത:
BE, BTech, BS ആൻഡ് ME, MTech, MS അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ 1-ാം ക്ലാസ്സോടെ ഇൻ്റഗ്രേറ്റഡ് MTech അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. PhD യോഗ്യതയുള്ളവർക്ക് 42,000 രൂപയും മറ്റ് യോഗ്യതയുള്ളവർക്ക് 40,000 രൂപയുമാണ് ശമ്പളമായി ലഭിക്കുന്നത്. അപേക്ഷാ ഫീസ് 850 രൂപയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 175 രൂപയാണ് അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ഓഗസ്റ്റ് 2. വെബ്സൈറ്റ് recruit.cusat.ac.in. തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്തുള്ള കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ ഹെഡ് ഓഫീസിൽ ക്വാളിറ്റി അഷ്വറൻസ് കൺസൾട്ടൻ്റ് ആകാൻ അവസരം. കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ് നിയമനം നടത്തുന്നത്. ഒരു ഒഴിവാണ് ഉള്ളത്. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ. ക്വാളിറ്റി കൺട്രോൾ അല്ലെങ്കിൽ ഡയറി പ്രോസസ്സിംഗിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും PG ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 10 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ദിവസവേതനം 4,000 രൂപയാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂലൈ 17. കൂടുതൽ വിവരങ്ങൾക്കായി www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ മാനേജ്മെൻറ്റ് ട്രെയിനി ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ വിവിധ പ്ലാന്റുകളിലും യൂണിറ്റുകളിലുമായാണ് അവസരം. ഗേറ്റ് 2024 സ്കോർ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. മെക്കാനിക്കൽ, മെറ്റലർജി, ഇലക്ട്രിക്കൽ, കെമിക്കൽ, സിവിൽ, കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ വിഭാഗങ്ങളിലായി ആകെ 249 ഒഴിവുകളാണ് ഉള്ളത്. ബന്ധപ്പെട്ട വിഷയത്തിൽ 65% മാർക്കോടെ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർ, ഭിന്നശേഷിക്കാർ, ഡിപ്പാർട്ട്മെൻ്റൽ ഉദ്യോഗാർത്ഥികൾ എന്നിവർക്ക് 55% മാർക്ക് മതിയാകും. അപേക്ഷകർക്ക് 2024 ജൂലൈ 25 28 വയസ്സ് കവിയാൻ പാടില്ല. അർഹരായ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. 1 വർഷത്തെ പരിശീലന കാലയളവിൽ 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെ പ്രതിമാസം സ്റ്റൈപ്പൻഡായി ലഭിക്കുന്നതാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവരെ അസിസ്റ്റന്റ് മാനേജർ തസ്തികയിൽ 60,000 മുതൽ 1,80,000 രൂപ ശമ്പള സ്കെയിലിൽ നിയമിക്കുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2024 ജൂലൈ 25. വിശദാംശങ്ങൾക്കായി www.sail.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.